അല്ല, ഇവിടെ 14 വർഷം മുമ്പാണ് ഇവിടെ ശ്രീ ശ്രീനിവാസൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ആരംഭിച്ചത്. ഈ പാടശേഖരം ഈ പാടശേഖരം 101 ഏക്കറോളം സ്ഥലം തരിശ് കിടക്കുകയായിരുന്നു. അങ്ങനെ തരിശിട്ടിരുന്ന ഈ ഭൂമിയിൽ ശ്രീ ശ്രീനിവാസൻ മുൻകൈ എടുത്ത് ഇവിടെയുള്ള എൻ്റെ പുറകിലുള്ള മനു ഉൾപ്പെടെ, മനുവിൻ്റെയാണ് ഇപ്പോൾ സ്ഥലം, ഇവരുൾപ്പെടെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഇവിടെ ജൈവ കൃഷി അതുപോലെ നെൽകൃഷിയും ആരംഭിച്ചു. അത് ഈ പ്രദേശത്ത് അതിൻ്റെ വിത്തിറക്കലും അതിൻ്റെ കൊയ്ത്തും എല്ലാം വലിയ ഉത്സവം പോലെ ജനപങ്കാളിത്തത്തോടുകൂടി നടന്നിരുന്ന ഒരു പരിപാടിയാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ജൈവ കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ നെൽകൃഷി ഉപേക്ഷിച്ചു പോകുന്ന കർഷകരെ തിരിച്ചു കൊണ്ടുവരാനുമെല്ലാം ശ്രീ ശ്രീനിവാസൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമം വളരെ വലുതാണ്. ശ്രീനിവാസൻ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, സംവിധായകൻ എന്നുള്ള നിലയിൽ, പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത, മലയാളക്കരയ്ക്ക് മറക്കാനാവാത്ത ആളാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു ചരിത്രം കൂടി ശ്രീ ശ്രീനിവാസനുണ്ട്. അത് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വളരെയേറെ പ്രചോദനവും നൽകുന്നതാണ്. അത് ശരി, അതിലേക്കാണ് വല്ലതല്ലേ. എക്സിറ്റ് പോള് വന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഒരു സംശയവും വേണ്ട. കാരണം പ്രതിപക്ഷത്തുള്ള ഇപ്പോൾ ഭരണകക്ഷിക്കാർ തന്നെ ആരാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കും യാതൊരു സംശയമില്ല, നിങ്ങൾ മാധ്യമങ്ങൾക്കും സംശയമില്ല. മുഖ്യമന്ത്രി ആരാന്നുള്ള ചോദിക്കണതിൻ്റെ അർത്ഥം ഭരണം UDF-നായിരിക്കും എന്നുള്ളൂ. ഈ തൃപ്പൂണിത്തുറ ഉൾപ്പെടെ UDF വിജയിക്കും, UDF-ന് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, അധികാരത്തിൽ വരും. ഈ എക്സിറ്റ് പോള് ഒരിക്കലും തെറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോള് LDF രണ്ടാമതും വരുമെന്ന് പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഇതും ശരിയല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ശരി, ഈ പ്രാവശ്യത്തെ തെറ്റുപോകില്ലല്ലോ. ഓക്കെ, അതെ. 4-ാം തീയതി വൈകുന്നേരം, 4-ാം തീയതി ഉച്ച വരെ അവർക്കെല്ലാം, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇത് പറയാൻ ഉള്ള അവകാശമുണ്ട്. അത് അവർ പറഞ്ഞ് അത്രയും സന്തോഷിക്കുന്നത്, അത്രയെങ്കിലും ഒരു സന്തോഷം എല്ലാവർക്കും നൽകട്ടെ. ഓക്കെ, മഴ പെയ്തു.